കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ. CPMന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ സാന്നിധ്യമായി ദശാബ്ദങ്ങളായി നിലകൊള്ളുന്ന നേതാവാണ് കെ സുധാകരൻ. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമോ എന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന ചെറിയ ആശയക്കുഴപ്പങ്ങൾക്കാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. താൻ തന്നെയാകും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതോടെ രാഷ്ട്രീയ എതിരാളികൾക്കും കൃത്യമായി മറുപടി ലഭിച്ചിരിക്കുകയാണ്. ക്ലീനിംഗ് കമ്മിറ്റി നാളെ നടക്കുകയാണ്. കണ്ണൂരിൽ മത്സരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഈ അവസാന നിമിഷം ഉണ്ടോ? 110% മത്സരിക്കും. ഉറപ്പ്. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. കണ്ണൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്നും കെ സുധാകരനെ കേന്ദ്രീകരിച്ചാണ് കറങ്ങുന്നത്. KPCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള തിരക്കുകൾക്കിടയിലും തന്റെ തട്ടകമായി കണ്ണൂർ വിട്ടു നൽകാൻ അദ്ദേഹം തയ്യാറല്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയിലൂടെ പാർട്ടി പ്രവർത്തകർക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കണ്ണൂരിലെ വികസന പ്രശ്നങ്ങളിലും രാഷ്ട്രീയ പോരാട്ടങ്ങളിലും താൻ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം കൈമാറുന്നത്. കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരനുള്ള വ്യക്തിപരമായ സ്വാധീനം വളരെ വലുതാണ്. സുധാകരൻ മത്സരരംഗത്തുണ്ടാകുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. CPMന്റെ സംഘടനാ ശക്തിയെ നേരിടാൻ സുധാകരന്റെ പോരാട്ടവീര്യം അനിവാര്യമാണെന്ന് പാർട്ടി കരുതുന്നു. കണ്ണൂർ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും സുധാകരന്റെ സാന്നിധ്യം UDFന് ഗുണകരമാകും. അദ്ദേഹത്തിന്റെ പ്രചാരണ ശൈലിയും പ്രസംഗങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കാൻ കെൽപ്പുള്ളതാണ്. കണ്ണൂരിൽ LDF ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അതൊരു കടുത്ത പോരാട്ടമായിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPMന്റെയും കോട്ടയിൽ സുധാകരനെ പോലെ ഒരു നേതാവ് തന്നെ വേണമെന്നാണ് DCC നേതൃത്വത്തിന്റെയും ആവശ്യം. വികസന നേട്ടങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ചകളും ഉയർത്തിക്കാട്ടി ജനവിധി തേടാനാണ് സുധാകരൻ ലക്ഷ്യമിടുന്നത്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സംസ്ഥാനമൊട്ടാകെ പ്രചാരണത്തിന് നേതൃത്വം നൽകേണ്ടി വരുന്നത് സുധാകരന്റെ സ്വന്തം മണ്ഡലത്തിൽ ചില വെല്ലുവിളികളും ഉയർത്തിയേക്കാം. എന്നാൽ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനം ശക്തമാണെന്നും പ്രവർത്തകർ സജീവമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. കണ്ണൂർ MP എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് UDF. കെ സുധാകരന്റെ പ്രഖ്യാപനത്തോടെ കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഇനി ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പട്ടികകൾ പുറത്തു വരുന്നതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകും. കണ്ണൂരിന്റെ മണ്ണിൽ വീണ്ടും ഒരു സുധാകരൻ തരംഗം ഉണ്ടാകുമോ അതോ ഇടതുപക്ഷം മണ്ഡലം തിരിച്ചുപിടിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും.